തെറുത്താത്തയ്ക്ക് മാത്രമുള്ള വീഡിയോ ആണെങ്കിൽ നീ തെറുത്താത്തെ വിളിച്ച് പറയടി, അല്ലെങ്കിൽ തെറുത്താത്തയ്ക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുറി. നമ്മൾ എന്തിന്റെ രീതി കാണിക്കുന്നേ? എന്തുവാ രേണു പഴയതൊല്ലെന്നല്ല, ഇപ്പൊ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇത് അത്ര നല്ലൊരു കാര്യമില്ല. കുറുമ്പ് കുറച്ച് കുറയ്ക്കണം രേണു. ഇങ്ങനെയൊന്നും കുറുമ്പ് കൂട്ടാൻ പാടില്ല. കുറുമ്പത്തി ചുന്ദരി ചൂളമിടാൻ പോരെ. ബാക്കി എനിക്കറിയില്ല, ബാക്കി നിങ്ങൾ പഠിക്കുക. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ. ഇന്നലെയൊക്കെ എന്നെ ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് അടിക്കാൻ പറഞ്ഞപ്പോ 10,000-ന് മേളിൽ ലൈക്ക് കണ്ടപ്പോ ഞാൻ തന്നെ അന്തിച്ചു പോയി. ഞാൻ ആരായിട്ടാ? ഇന്നും അടിക്ക്, ഇങ്ങനെ കൂടി വരട്ടെ. നിങ്ങൾ ആൾക്കാരെല്ലാവരും അടിക്കില്ലേക്ക്. ഞാൻ ഈ സ്നേഹമൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും? ഞാൻ ആരായിട്ടാ? പറയണു. നിന്നെ ഇന്ന് ഞാൻ ഒന്നും പറയില്ല. കാരണം ഇന്നലെ സ്നേഹം കൊണ്ട് എന്നെ എല്ലാവരും കൂടി മൂടി. സ്നേഹം തേനല്ല, മോഹം തേനല്ല, കണ്ണീരും കൈലേസുമല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ സ്നേഹമെല്ലാം കൂടി ഞാൻ കൂട്ടി വെച്ചിട്ട് ഞാനൊരു ഓസ്കാരം മേടിക്കും. രേണാസന, നീ പറയട്ടെ. നീ താത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ താത്തയ്ക്ക് പോസലിൽ അയച്ചോട്. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടാ. രേണു കൂടുതലൊന്നും വിചാരിക്കില്ല, നമ്മളെ പറ്റിയിട്ട് അങ്ങനെ വിചാരിക്കില്ല. നമ്മൾ സാധാരണക്കാരാ. സത്യമാണ്, കസ്റ്റംസ് എന്റെ പെട്ടി എല്ലാം പിടിച്ചെടുത്ത് തീർത്താത്ത. എനിക്ക് ഭയങ്കര സങ്കടമാണ് തീർത്താത്ത. അതായത് രേണുവിന്റെ പെട്ടി എല്ലാം കസ്റ്റംസ് പിടിച്ചെടുത്തു എന്നാണ് അവര് പറഞ്ഞെന്നാണ് രേണു പറയുന്നത്. അവര് പറഞ്ഞതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, രേണു എന്തോ കടത്തുന്നു എന്നൊക്കെയാണ്. അതിനുള്ള ബോധം വേറൊന്നും ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉള്ള കാര്യം പറയാം കേട്ടെ. കുറെ കന്നന്തിരികൾ ഉടായ്പകളൊക്കെ കാണിക്കുന്നല്ലാണ്ട് കടത്താനൊക്കെ ഉള്ള ബോധം ഇതിനുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എവിടെ പോയിക്കുക? അതിനുള്ള ബോധം പൊക്കണം ഓരോന്നും ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവർക്കുള്ള റിപ്ലൈ. എന്തായാലും പെട്ടിയെല്ലാം കസ്റ്റംസ് പിടിച്ചെന്നാണ് പറയുന്നത്. എന്തിനാണ് പിടിച്ചതെന്ന് നോക്കാം. കാരണം എന്താണെന്നറിയോ? ആ പെട്ടിക്കകത്ത് നിറച്ച് ഡയപ്പർ ആയിരുന്നു. പിന്നെ നീ എന്തിനാ പെട്ടി അടിച്ച് ഡയപ്പറും കൊണ്ടുവന്നേ? ഇത് എന്തുവാ ഇത്? അതെന്തിനാ കസ്റ്റംസിന്? അവന്മാർക്ക് എന്തിനാ അത്? വീട്ടിൽ പോയി അല്ല അതിരിക്കട്ടെ. നീ എന്തിനാണ്? നീ ദുബായിൽ പോയി ഒരു ഡൈപ്പർ കച്ചവടത്തിനായിരുന്നോ? ഇതേ നിന്റെ ബിസിനസ് പാർട്ട്ണർ അല്ല, കസ്റ്റമർ തന്ന ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അന്ന് പറഞ്ഞതല്ലേ? ഡൈപ്പർ കച്ചവടമായിരുന്നു. ഡൈപ്പർ മോശം സാധനമൊന്നുമല്ല. അല്ല എന്തിനാണ് നിനക്ക്? നീ എന്തിനാണ് നാട്ടിൽ അത്രയും കൊണ്ടുവന്ന്? നിനക്ക് എന്തിനാ ഇത്രയും ഡൈപ്പർ? നീ വെള്ളത്തിൽ കോരാൻ വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എനിക്കറിയില്ല എന്തിനാണ് ഇത്രയും ഡൈപ്പർ എന്ന്. ആർക്കെങ്കിലും ഇറങ്ങി താഴെ കമന്റ് ചെയ്യും. വേറൊരു കാര്യം കൂടെ പറയട്ടെ. പറ. ഞാൻ എന്തായാലും എന്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ചേട്ടനെ അടിച്ചോണ്ട് പോയിട്ടില്ലെന്ന്? നീ എന്ത് തേങ്ങേടി പറയുന്ന? എന്തോ ഇവര് തമ്മിലുള്ള ഫൈറ്റാണ്. നമ്മൾ സൈഡിൽ നിന്ന് കേട്ടാൽ മതി, നമ്മളൊന്നും തിരിഞ്ഞു നോക്കണ്ട. അടിച്ചോ നമുക്ക് മറ്റേ വരസി കൊടുത്താൽ അടി. ഓക്കെ മനസ്സിലാവട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും. മനസ്സിലാവേണ്ട എല്ലാവർക്കും മനസ്സിലാവട്ടെ. അടിക്കേണ്ടവർ എല്ലാവരും അടിക്കട്ടെ. എന്നെ ഇതിൽ പെടുത്തില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ യൂണിവേഴ്സിൽ ഇല്ല. ഞാൻ ഇനി ഒന്നിനും വരില്ല നിങ്ങളടുത്ത്. ഞാൻ മാറിയിരുന്ന് കളി കണ്ട് വല്ലതൊക്കെ ഇതുപോലെ പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. നിങ്ങളോട്ട് ഞാൻ ഇനി ഫൈറ്റിനേ ഇല്ല. സത്യം കേട്ടോ. ഒന്നും ചെയ്യണം. ഞാൻ ഇനി അങ്ങോട്ടൊന്നും എത്തിപ്പോലും നോക്കത്തില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അടിക്കും. നിങ്ങൾ അടിയുടെ ഇടയിൽ കയറിയിട്ട് കൊള്ളാം അടിക്ക് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സത്യം കേട്ടെ. അപ്പൊ നമ്മളെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ രേണു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നടക്കട്ടെ. ഇതാര്? നമ്മുടെ കൊയിലിന്റെ കൊയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു. വെൽക്കം ജാസി, വെൽക്കം. ജാസിക്ക് എന്താണ് പറയാനുള്ളത്? ജാസി എന്തോ കാര്യമായിട്ട് പറയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് കാണാം. ഞാനിപ്പോൾ അറിയുന്നത് പെൺകുട്ടിക്ക് ഒരു കാലിന് സ്വാധീനമില്ലാന്ന് ഒന്ന് ഓക്കെ, അതായത് ജാസി ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലേഡിക്ക് കാലിനെന്തോ സ്വാധീനമില്ലെന്ന് ജാസി ഇപ്പോഴാണ് അറിയുന്നതെന്നാണ് ജാസി പറയുന്നത്. ഓക്കെ, നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ, ഒരു കൈയില്ലാത്ത ആള് വേറെ രണ്ട് കൈയില്ലാത്ത ആൾക്കാരെ കുറ്റം പറയുന്ന പോലെ ആയി പോയില്ലേ? അതിപ്പോ കൈയില്ലാത്ത ആളെ കുറ്റം പറഞ്ഞത് ആരാ? ഓക്കെ, ഇവിടെ ജാസി എന്താ ഉദ്ദേശിച്ചത്? ഒരു കൈയില്ലാത്ത ആള് രണ്ട് കൈയില്ലാത്ത ആളിനെ കുറ്റം പറഞ്ഞു. അത് രണ്ട് കൈയില്ലാത്ത ആള് ഒരേ കൈയില്ലാത്ത ആളിനെ അല്ല. ആ ഒരു ശ്ലോകം എടുത്ത് ഇവിടെ അടിക്കേണ്ട കാര്യം എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഉദ്ദേശിച്ചത്? എന്താ സംഭവം? ആദ്യം പറഞ്ഞ് കാല് വയ്യെന്ന് എന്തോ കാര്യമായിട്ട് പറ്റി. ഇടയ്ക്ക് പറയുന്നിട്ട് സുധിക്ക് മൂന്നാമതുണ്ടായ ഇതാണ് രേണു എന്ന് അങ്ങനെയൊക്കെ പറയാനായിട്ട് എന്തൊക്കെയോ പറയുന്ന കാര്യമായിട്ട്. നിന്നെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് വിഷയമുള്ളൂ. നിന്നെ പറ്റിയിട്ട് ആരെങ്കിലും നല്ല പറഞ്ഞ ചരിത്രം ഉണ്ടാടേ നിന്നെ പറ്റിയിട്ട്? നീ എന്റെ പൊന്നളെ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു? നിന്റെ കാര്യങ്ങൾ കേട്ടാൽ തന്നെ മൊത്തം കോമഡികളാണ്. നിന്നെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ നല്ല കാര്യം പറയൂ? അവന്റെ കൊയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ട്. ഇത് കുയിലിന്റെ ആണ് കേട്ടോ, മറ്റേ കുതിര ഇങ്ങനെ. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. മറുപടി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ യൂട്യൂബിലൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഇവള്
ഓ എൻ്റെ യൂട്യൂബിലൂടെ ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാണ്. യൂട്യൂബ് റീച്ച് ആക്കാനല്ലോ ആക്കിയോ, അത് എല്ലാവരും റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ, ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയല്ലേ വീഡിയോ ഇടുന്നത്. നീ ഇടാ മുത്തേ, നീ ഇട്ട് നമുക്ക് നീ ഇട്ടാലേ കണ്ടന്റേ ഉള്ളൂ. ബാ പറ. പല പോലീസ് കേസും ഉണ്ട്, ഇവിടെ ഒളിച്ചിരുന്നാണ് വീഡിയോ ചെയ്തത്. ആദ്യം നീ ഉള്ള സ്ഥലം എവിടെയെന്ന് പറ. ഒളിച്ചിരുന്ന വീഡിയോ എന്താ മാളത്തിൻ്റെ അകത്തായിരിക്കുന്നത്? എന്ത് വേടാ ജാസി നീ ഇങ്ങനെ? അയ്യേ, ഇങ്ങനെ മാളത്തിൻ്റെ അകത്ത് ഇരുന്ന് വീഡിയോ? അയ്യേ അയ്യേ, എന്താ ജാസിക്ക് എന്താ പറ്റി? പോട്ടറാളിയാ, നീ വിട്. എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അപ്പൊ ജാസി എന്തൊക്കെയോ മാളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. എല്ലാം ജാസിയുടെ അനുഗ്രഹം പോലെ. ജാസി പോട്ടറാ, അടുത്ത് ഇനിയും ഉണ്ടോ? വിട്ടില്ലേ നീ? പറ. ഇവള് ദുബായിൽ പണ്ട് എന്തായിരുന്നു പരിപാടി എന്നും ഇവള് ഇപ്പൊ നാട്ടിൽ വന്നിട്ട് സ്വന്തം കൂട്ടുകാരികളുടെ കൂടെ നടന്നിട്ട് അവരെ ഭർത്താക്കന്മാരെ വെച്ചോണ്ടിരുന്നിട്ടാണ് അവൾ ഈ സംസാരിക്കുന്നത്. പിന്നെ അതൊക്കെ പോട്ടെ, അതെല്ലാം വേറൊരു കാര്യം. ഈ രേണുവിന് വീട് കൊടുക്കാണ്ടെങ്കിൽ അവിടെ ജാസി എന്തൊക്കെയാ പറയുന്നത് എനിക്കറിയില്ല. ഇതൊക്കെ എന്താ? നിങ്ങൾക്കിത് ഏത് യൂണിവേഴ്സാ? അയ്യോ ഞാനില്ല. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ ഒന്ന് നിർത്ത് മതിയെന്ന്. വേറൊന്നുമല്ല, അവളെൻ്റെ ക്ലോസാ. അവൾ പറഞ്ഞു, എടാ മതി മതി, ഇനി വേറൊന്നുമില്ല. അവൾ പറയുന്നത്, എടാ ഇത്രയും ചീഞ്ഞാളിഞ്ഞ കേസ് മതിയാക്കടാ. അവളും കണ്ടോണ്ടിരുന്നതാ. മതിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കാടി, ശ്രമിക്കാം, ഐ വിൽ ട്രൈ മൈ മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രൈ ചെയ്യും, ഐ വിൽ ട്രൈ ഫോർ യു. ഓക്കെ, ബാക്കി കിച്ചു കേറി അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ കേറി, ഇവൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഇപ്പൊ പ്രശ്നം നമുക്കാർക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെ അവർക്ക് ഇനി വല്ല പ്രശ്നം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ നിന്റെയൊക്കെ ഉടായ്പകൾ നീയൊക്കെ തന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് കാണിച്ച് ചൂണ്ടിക്കാണിച്ച് തുപ്പി എറിഞ്ഞതിനും നമ്മൾ വാരി തുപ്പി തിരിച്ച്, അത്രേ ഉള്ളൂ. പിന്നെ കിച്ചു വന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ സകലമായ കാര്യങ്ങളും പബ്ലിക്കിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. മുന്നേ ഇതൊക്കെ അറിയെങ്കിലും നമ്മൾ ആരും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, വാ തുറന്നിട്ടില്ല. കിച്ചു വന്ന് പബ്ലിക്കിൽ തുറന്നു പറഞ്ഞു, നമ്മൾ എടുത്തടിച്ചു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നീ ജാസി കിടന്ന് മെഴുകുമ്പോൾ മയത്തിൽ മെഴുകും. എന്തിനിങ്ങനെ? വെള്ളം തോരിക്കുന്നു, ദാഹിക്കുന്നു. ഇവിടെ എന്ത് ചൂട്! നിങ്ങൾക്ക് അവിടെ ചൂടൊക്കെ ഉണ്ടാ? അയ്യോ വയ്യ. ഈ വയ്യായ്മയിൽ ഞാൻ വീഡിയോ ചെയ്യാണ് സുഹൃത്തുക്കളെ. ചൂടടിച്ച് മിക്കവാറും ഞാനൊരു ഫ്രഷ് ഫ്രൈ ആവും. പോട്ടെ. ഇനിയും ഉണ്ടാ, തീർന്നില്ലടാ ജാസി, നിനക്ക് ഇത്രയും മണിനാഥോ? ആ ഒരു താത്ത ഉണ്ടല്ലോ, നിരന്തരം രേണുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന താത്ത, അഫ്കോഴ്സ് അതിന് വിഷം വന്ന് ആ താത്തന്റെ ഭാഗത്ത് തന്നെയാണ്. പിന്നെ ആ താത്ത പറഞ്ഞു, ജാസിക്ക് ദുബായില്, ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഞാൻ അവിടെ അത്യാവശ്യം ടിക്ടോക്കിൽ ഫെയിം ആയ സമയത്ത് നമുക്ക് പലരും ഗിഫ്റ്റ് ആയിട്ട് പല സാധനങ്ങളും കൊണ്ടുവന്ന് തരും. ടിക്ടോക്ക് ഫെയിം? നിന്റെ ടിക്ടോക്കിലെ ഊള വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടേ. ടിക്ടോക്ക് ഫെയിം പോലും ഇതിനേക്കാളും നല്ല നീ മറ്റേ താത്ത പറയണേ ജാസിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിയാന്ന്. ജാസിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാന്നല്ലേ പറഞ്ഞോളൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞോ? എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പറഞ്ഞത്? പറയൂ, താങ്കൾ എന്താണ് പറയുന്നത്? എടേ, ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ നിങ്ങൾ ആരും സീരിയസ് ആയിട്ട് കാണാൻ നിൽക്കില്ല. ഇതെല്ലാം കോമഡി പീസുകളാണ്. നിങ്ങൾ ആ ലെവലിൽ കാണുക, ചിരിക്കുക, കൊള്ളാല്ല, ഇന്ന് എന്റർടൈൻമെന്റ്, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു മാറ്ററേ അല്ല. ഇതെല്ലാം ഒരു മാറ്ററേ അല്ല. ഇതെല്ലാം ജാസ് തുടങ്ങി സൊല്ലുക നാങ്ക ഇருக்கு. ഇനി കുറച്ച് ഹിന്ദിയൊക്കെ പഠിക്കണം, തെലുങ്ക് പഠിക്കണം, കന്നഡ പഠിക്കണം, ഉറുദു പഠിക്കണം. കാരണം എനിക്ക് ആ ഭാഷയിലൊക്കെ സംസാരിക്കണം. இந்த மாதிரி ഭാഷയിലെല്ലാം സംസാരിച്ചാ താനേ ഉங்களுക്കെല്ലാം നിജമാവേ പുറിയുക വൈപ്പേണ്ട. എന്തായാലും പറയടാ കുട്ടാ, നീ പറയടാ. അല്ല, ഇത് മുമ്പേ എങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ആ കുട്ടി, ഞാൻ കിച്ചുനൊരിക്കലും കുറ്റം പറയല്ല. കാരണം ആ കിച്ചു ഫസ്റ്റ് കല്യാണം കിച്ചുവിന് വല്ലതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഊളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിച്ചുവിനെ ഒരിക്കലും കുറ്റം പറയുന്നതല്ല കേട്ടോ. ഞാൻ കിച്ചുവിനെ എന്ത് പറയുന്നല്ല, കുറ്റം പറയുന്നതല്ല. രണ്ടാം കല്യാണം, ഇതിലൊക്കെ കുട്ടിക്ക് ഒരുപാട് ട്രോമാസും ഈ തല്ലും പ്രശ്നങ്ങളും. ഒരുപാട് ഡ്രോമേ? അതാര് റോമ? ഓ, നമ്മുടെ പഴയ നാടി. അവരെന്തിനും പിടിച്ചിട്ട് എന്തേലും കുട്ടി വളർന്നത്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ട്രോമാസ് ഉണ്ടാവും. അതെ, കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് റോമയെ കാണിച്ചു തരാം. റോമേ എടാ പോടാ, ജന്മണി വെർഷൻ 2.0. പിന്നെ അതിന് ശേഷം രേണു വന്നതിന് ശേഷം അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നുള്ളത് മോ പറയുന്നുണ്ട്. എപ്പോഴാണ് ഹാപ്പി പോയത് അത് അവർക്ക് സംസാരിച്ച് ഓക്കെ ആക്കായിരുന്നു. പബ്ലിക്കലി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, പബ്ലിക്കിൽ പറയേണ്ട കാര്യമില്ല. പബ്ലിക്കിൽ പറഞ്ഞാലല്ലേ നാറത്തുള്ളൂ. അത് വലിയ നല്ല അമ്മ ചമഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നാട്ടുകാരുടെ മുന്നിൽ, നാടകങ്ങളും കളിച്ചും കൊണ്ട് ഉടായ്പകളും കളിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോ കിച്ചു ഒന്ന് പറഞ്ഞു, ഞാൻ പട്ടേ പറഞ്ഞതാ. അവൻ വാ തുറന്നാൽ തീർന്ന് കഥ. ഇനി കൊച്ചു പയ്യനും കൂടി വളർന്നിട്ട് അവനും കൂടി ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ കഥം ഈ ഒരു അവസ്ഥയായിരിക്കും. ദൈവമേ, ഞാൻ പറയുന്നതെല്ലാം പൊന്നാവോ എന്ന് ദൈവത്തിനറിയാം. എന്തായാലും ജാസുകുട്ടൻ പറയുന്നത് അവന് വേണമെങ്കിൽ അത് കുടുംബത്തിൽ പറഞ്ഞ് തീർക്കാമായിരുന്നു എന്ന്. ആരോട് പറയാം? അതിന് അവൻ പറയുന്നത് കേൾക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. തങ്കം ചേട്ടാ സുഖല്ലേ? തങ്കം ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് പഴയ ഒരു ഉച്ചാറൊന്നുമില്ല. നമുക്ക് തങ്കം ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവത്തിന്റെ ഒരു ഗമയുള്ളൂ, ഒരു ആന എടുപ്പ്, ഗജഗജാത വീരൻ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടത്തുള്ളൂ. തങ്കം ചേട്ടൻ ഇല്ലാത്തതിന്റെ ഒരു മിസ്സിങ് ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, എല്ലാം കണക്കാടാ.
അത്ര ഇപ്പൊ മനസ്സിലാക്കുക, ബാക്കി പിന്നെ കാര്യം പിടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായി, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും കണയാനില്ല. ഞാൻ കണഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണഞ്ഞു കഴിഞ്ഞാൽ പണഞ്ഞെന്നായിപ്പോ. വാഗ്ദാനങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. പല വാഗ്ദാനം നമ്മുടെ ആശയപ്പുറത്ത് ഇപ്പൊ ഉണ്ടല്ലോ, നീ എന്തിനാടാ ഇങ്ങനെ ഡമ്മി മാതിരി ഇപ്പൊ ഇടിയേ ഇരിക്കറേ, തെറിയവേ ഇല്ല, പുറിയവേ ഇല്ല ഉണ്ടല്ലോ, അത് കൊടുക്കാണ്ടിരിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം വാഗ്ദാനങ്ങളായിട്ട് കൊടുക്കുക. അതെ അതെ അതെ, പിന്നെ തീർച്ചയായും നമ്മുടെ ഈ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് എല്ലാവർക്കും, പാവപ്പെട്ടവർക്കും പണക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഈക്വലി ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഒരാളെ ലൈഫിലേക്ക് ഇടിച്ചു കയറി അവരെ ബുദ്ധിമുട്ടാക്കാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ബേസിക്കലി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കൊന്നും തോന്നല്ലല്ലയാ, വേറൊന്നുമില്ല. നീ എന്ത് തേങ്ങ പറയുന്നേ? എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല നീ എന്താണ് പറയുന്നതെന്ന്. എന്തൊക്കെ പറ്റിയാ നിനക്ക്? നീ പറയുന്ന ഒന്നും മനസ്സിലാകത്തോണ്ട് ചോദിച്ചാണ് കേട്ടോ, സീരിയസ്ലി. വേറെ ഒന്നും വിചാരിക്കരുത് നീ, പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ ബൈ എ ബാഡ് പേഴ്സൺ. എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ, പാവങ്ങളും ജീവിക്കുന്നു, പണക്കാരും ജീവിക്കുന്നു, എല്ലാവരും ജീവിക്കുന്നു. എന്ത് തേങ്ങയുടെ ഉദ്ദേശിക്കുന്നേ? ഇനി അടുത്തവൻ ചെകുത്താന്റെ കാലന്റെ നടുക്ക് കിടക്കുന്നവൻ നമ്മുടെ അജു അലക്സ് ചെകുത്താൻ ഇലക്ഷനൊക്കെ നിൽക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. മിക്കവാറും ഒന്നല്ല, പൊട്ടും എങ്കിലും ചുമ്മാ എങ്ങാണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അജു അലക്സ് ആരാ? ഞാൻ ആരാ കേട്ടോ എന്ന് പറയുന്ന പോലെയാവും. ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ട്. ചിഹ്നം അതടാ, ചക്ക തന്നെ. നീ പറയാൻ പറ്റത്തില്ല. എല്ലാരും ചക്കലിക്കുന്നുണ്ട്, നീയും ചിലപ്പോൾ ചക്കലിക്കും. പറയാൻ പറ്റത്തില്ല, നമുക്ക് അറിയില്ലല്ലോ. അറിയില്ല, നീ അറിയില്ല, ചൈത്രകാല ഭൂമി. ഞാനെന്ത് തേങ്ങയാ പറയാം? ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന, ജാതി പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എനിക്കും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യമൊന്നുമില്ല. സാത്താനെ നീ പറ. സാത്താനല്ലല്ലോ, ചെകുത്താനെ നീ പറയടാ. രേണുസുധീനെ ട്രോളിയിട്ട് ഇവര് ഈ പറഞ്ഞ പോലത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാരും. അതെ, പക്ഷേ രേണുസുധീനെ പോലത്തെ ഒരാളെ ട്രോളിയിട്ട് ജീവിക്കേണ്ട ഗതികേട് അതിലും ഗതികെട്ടവർക്ക് അതെ, മനസ്സിലായില്ലേ? രേണു എന്ത് വേണേ ആയിക്കോട്ടെ, അത് രേണുവിന്റെ മാത്രം പ്രശ്നമാണ്. അതെ അതെ അതെ. നീ എന്തായാലും ഇലക്ഷനൊക്കെ ഇരിക്കല്ലേ, ജയിച്ചിട്ട് വേണം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കേട്ടാ. രേണു ജീവിക്കുന്നില്ല, രേണുവിന്റെ മാത്രം പ്രശ്നമല്ലെന്ന്. എടേ, ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അഭിപ്രായം പറയും, മൊത്തത്തിൽ ചർച്ചയാണ്. അങ്ങനെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഇടല്ലേ. ഇപ്പൊ നമ്മളാരെങ്കിലും പറഞ്ഞു ഇവരടുത്ത് നിരന്തരം വീഡിയോ ഇടാൻ, ഇവിടെ പേക്കൂത്തുകളും കോപ്രായങ്ങളും കാണിക്കുന്നതുകൊണ്ട് എടുത്ത് വെച്ച് വിമർശിക്കുന്നു. ഇനി മാന്യമായിട്ട് വീഡിയോ ഇടുന്നവർ നമ്മളൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ചൊറിയുന്നുണ്ടോ? ഇല്ല. സോഷ്യൽ മീഡിയക്ക് ഒരു ക്വാളിറ്റി കൊടുക്കണം, ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ എന്ത് അപരാധം, എന്ത് കാട്ടപരാധം സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച് പറയും കൂടെ കൂട്ട. നീ എന്ത് തേങ്ങയുടെ പറയുന്ന അജോളസ്കെ എന്ത് പറ്റിയടാ രമണ നിനക്ക്? നീ പണയടാ ബാക്കി. ഇപ്പൊ രേണുസുധീനെ ട്രോളിയിട്ട് ഇവര് ഈ പറഞ്ഞ പോലത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാരും. പക്ഷേ ഈ രേണുസുധീനെ പോലത്തെ ഒരാളെ ട്രോളിയിട്ട് ജീവിക്കേണ്ട നിന്നെ ആരെങ്കിലും ഇടിച്ചാടാ? നിന്റെ സൗണ്ട് ഇങ്ങനെ അല്ലായിരുന്നില്ല, അലവോക്ക് ഇടി എന്നാണ് തോന്നുന്നത്. എനിക്കും പണ്ട് ഇടിയിട്ടിപ്പോ സൗണ്ട് മാറിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. സ്വാഭാവികം, ഓർമ്മകൾ കനം പൂടും പോലെ. പോട്ട് പറ. ഗതികേട് അതിലും ഗതികെട്ടവർക്ക് മനസ്സിലായില്ലേ? രേണു എന്ത് വേണേ ആയിക്കോട്ടെ, രേണുവിനെ ട്രോൾ ചെയ്യവരും ഗതികെട്ടവരാണ്. എന്നാൽ രേണുവിനെ ട്രോൾ ചെയ്യവരെ എടുത്തു വെച്ചിട്ട് നീ ട്രോളുന്ന നീ അല്ലടാ ശരിക്കും പറഞ്ഞ ലോക ഗതികെട്ടവൻ. നിന്നെ പോലൊരു മഴ വേണ്ട നഹി ഹേ. അത് രേണുവിന്റെ മാത്രം പ്രശ്നമാണ്. ട്രോളെന്ന് മാത്രമല്ല, ഇപ്പൊ മകനടക്കം അങ്ങനെ സംഭവിക്കും. ഇവിടുത്തെ എല്ലാ വീടുകളിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. രേണുവിന് മാത്രമല്ല, രേണുവിന്റെ വീട്ടിൽ മാത്രമല്ല ഇത് നടക്കുന്നത്. ഇത് ഈ പറയുന്നവരൊക്കെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ആർക്കറിയാം? ഇവരെന്ത് നമ്മളെ വീട്ടിൽ നടക്കുന്നത് നമ്മളാരെ നാട്ടുകാരെ ഒന്നും കാണിക്കുന്നില്ലല്ലോ, അല്ലെ നാട്ടുകാരെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ടല്ലോ? ഇല്ലല്ലോ. പിന്നെ രേണുവിന്റെ വീട്ടിൽ നടക്കുന്ന പോലെ ഒന്നും എന്തായാലും നമ്മുടെ വീട്ടിൽ നടക്കുന്നില്ലേ, അത് വേറെ കാര്യം കേട്ടോ. എന്റെ വീട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളവരെ എനിക്കറിയത്തില്ല. എന്റെ വീട്ടിൽ നടക്കുന്നില്ല. എന്തായാലും രേണുവിന്റെ വീട്ടിൽ നടക്കുന്ന അത്രയും പീക്ക് ലെവലുകൾ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഊളപ്പരിപാടികൾ നമ്മളെ വീട്ടിൽ നടക്കുന്നില്ല. സത്യം ഉള്ള കാര്യം പറയാല്ല. എല്ലാവരും ഭയങ്കര എന്താ പറയുക, എല്ലാം തേഞ്ഞു വരും. അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് സാധാരണക്കാരുടെ പ്രശ്നമാണ്. അത് രേണു ഒരു എന്റർടൈൻമെന്റ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല രേണു ഒരു എന്റർടൈൻമെന്റ് ചാനൽ? എന്ത് എന്റർടൈൻമെന്റ്? കേമക്കടുവുകളെ എന്റർടൈൻ ചെയ്യിക്കുന്നതാണോ എന്റർടൈൻമെന്റ് ചാനൽ? നഹി ഹേ, അപ്പടിയെല്ലാം ചൊല്ലക്കൂടാതെ. പിന്നെ നമ്മുടെ പ്രതീക്ഷിട്ടനെ കാണാനില്ലല്ലോ കുറെ കാലം. അല്ലെങ്കിൽ മറ്റേ കള്ളുചാപ്പി കിടന്ന് 2 കറക്കൊക്കെ ഇറക്കിയാണ്. അന്വേഷണം കാണാനില്ല. എവിടെ പോയി ദാസപ്പോ? നിന്നെയും കാണാനില്ല. നീ ഒരു ഗ്യാസ് കുറ്റിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഞാൻ അവസാനമായിട്ട് കണ്ടത്. പിന്നെ നിന്നെയും കണ്ടില്ല. എല്ലാരും പോയി. പഴയ ഒരു ആരോ ഒന്നും ഇല്ല ഇപ്പോ. പറ, നീ ഉണ്ടല്ലോ നീ ഉണ്ടല്ലോ അജു അലക്സ്, പറ. വന്ന് ഈ മുഴുവൻ തട്ടിപ്പുകാർ ഇവിടെ നടക്കുന്നതിനിടയിൽ രേണു എങ്ങനെ വിളിക്കുന്നേ? രേണു ഇവരുടെ ആടെ ഒന്നും എടുത്തിട്ടില്ല. ഈ സാധനത്തിൽ ഇപ്പൊ നിനക്കെന്താ കടിക്കുന്നേ? നിനക്കെന്താ ചൊറിയുന്നേ? എന്നൊരു സംഭവം ഇപ്പൊ എന്റെ കാര്യം എടുത്തായിരുന്നു. ഞാൻ പറയുന്നത് ഇത് ക്ലിക്ക് ചെയ്താലേ കാണത്തുള്ളൂ. അങ്ങനെ ആയപ്പോ ക്ലിക്ക് ചെയ്താലേ കാണത്തുള്ളൂ. എടാ സ്ക്രോളിങ്ങിൽ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ഇങ്ങനെ ഇൻസ്റ്റയിൽ റീൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നുണ്ട്.
വല്ലതും ചെയ്യാൻ പറ്റുമോ? ഡോൺ റെക്കമെൻഡേഷൻ ഒരുപാട് അടിച്ചിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട് അതിൽ ഡോൺ റെക്കമെൻഡേഷൻ അടിച്ചിട്ട് പിന്നെയും വരാറുണ്ട്. എങ്ങനെ ഇത് മാറ്റും? ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല, എനിക്കും വരാറുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ മല്ലയ്യ. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ക്ലിക്ക് ചെയ്തല്ലേ കാണത്തുള്ളൂ, തള്ളല്ലേ കുറച്ച് കൊള്ള. നീ കുറച്ച് ഇലക്ഷൻ നിന്നപ്പോൾ കുറച്ച് കുറുമ്പ് കേടുന്നുണ്ട്, നിന്റെ കുറുമ്പിയെ തീർത്ത് തരാം. ഐഡിയ ചെയ്തേക്കല്ലേ, ബ്ലോക്ക് ചെയ്ത് വിടും. അതിനെന്തിനാ ഇവിടെ അതിന്റെ ആവശ്യമില്ല. എന്നാൽ ഇവരെല്ലാം കൂടെ ചെന്നിട്ട് ഇവിടുത്തെ മുഴുവൻ തട്ടിപ്പ്, ഇവിടെ എന്തെല്ലാം സ്കാം നടന്നു, ഓൺലൈൻ നടന്നു, കോടികൾ പോയി, ദിവസം എന്തിനു തട്ടിപ്പിന്റെ അറിയിക്കുന്നുണ്ട് ഇവര്. ഇലക്ഷൻ നിന്നപ്പോ അവന്റെ ആ ഒരു ഉത്കണ്ഠ ബോധം കണ്ട ഹോ കലക്ക തന്നെ. എന്തിനു പറയുകയോ ചെയ്യത്തുമില്ല. ഇതുപോലെ പാവം പിടിച്ചവര് തിരിച്ചു കടിക്കത്തില്ലെന്ന് ഉറപ്പുള്ളടത്ത് എല്ലാം നിന്ന് പഠിക്കുക. തിരിച്ചടിക്കാത്ത എന്ത് നമ്മൾ വായിക്കാത്ത കൈ വെച്ചു കൊടുക്കുന്ന അവള് തിരിച്ചു പറയുന്നതെന്ന് നീ കാണുന്നില്ലേടേ? നിന്റെ കണ്ണി ഗുരുവാടേ. നീ എന്ത് തേങ്ങ അതിലെ ലാംഗ്വേജ് അല്ലേ? ഓക്കെ, ഓർമ്മ വന്നു ഓർമ്മ വന്നു. ഓക്കെ, അപ്പോൾ അത് വിട്. ഓക്കെ, ഓർമ്മ വന്നു. അപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിനക്ക് നീ നിന്നെ വിട്ട് ഇനി വേറൊരു റീൽ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു, കണ്ടപ്പോൾ ചിരി ചത്ത്. നിങ്ങളും കൂടി കണ്ട് ചിരി ചാവും. കാണാം. എന്താ? ചെറിയ പ്രായത്തിൽ തന്നെ അവൾ പ്രസവിക്കാതെ അമ്മയായി. കിട്ടി. ഏത് കിച്ചു? അതാണ് ഉദ്ദേശിച്ചത്. അടുത്ത് പോട്ടെ. നെക്സ്റ്റ് എന്താ ഇരിക്കുന്നത്? ഇതെന്താ ബാക്കിൽ നിന്ന് കുറെ തീക്കുണ്ടൊക്കെ വരുന്നുണ്ട്. ഇതെന്തിട്ട് എന്താ അറിയണം? നടുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. സുചേട്ടനെ കൂടി സൈഡിൽ നിർത്തിയിട്ടുള്ളല്ലോ. ഇതെന്താ മൊത്തം തീകോളം? പറ. ചെറിയ പ്രായത്തിൽ തന്നെ എന്താ? ഭർത്താവിന്റെ മരണശേഷവും അവൾ തന്റെ മക്കളെ വേർതിരിവില്ലാതെ നോക്കി. പിന്നെ ഭയങ്കര നോട്ടമായിരുന്നു. ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ കണ്ണെടുത്തില്ല, ഒറ്റ നോട്ടത്തിലിരുത്തി ദഹിപ്പിച്ചോളാൻ. തള്ളുമ്പോ മയത്തി തള്ളടേ. അയ്യോ, വയസ്സായി എനിക്ക് സത്യം. ഈ തള്ളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആഘാതം വന്ന് വീഴും. തള്ളു. ഇനിയും തീർന്നില്ല. ഒരു കുടുംബം നോക്കാൻ അവൾ പല അവഗണനയും സഹിച്ചു. അച്ചോട്ടാ, പാവടാ, ഇത്രയും അവഗണന സഹിച്ചോടാ. പിന്നെ എന്നിട്ട് ഒടുവിൽ സ്വന്തമെന്ന് കരുതിയ മകൻ എതിർത്ത് പറഞ്ഞപ്പോൾ അത് തന്റെ മകന്റെ വികൃതിയായി കണ്ട് അവൾ ക്ഷമിച്ചു. എല്ലോളം തരി തന്നീ തഞ്ചാവൂർ പട്ടന്തിനീ കൊട്ടും കുരവയും ആളുകളില്ലേലും ഏട്ടായി. തകർത്ത് കളഞ്ഞടാ ഈ വാക്ക്. ഒടുവിൽ സ്വന്തം മകൻ കരുതിയ മകൻ എതിർത്തപ്പോൾ അവന്റെ വികൃതിയാണെന്ന് പറഞ്ഞു. എൻ നെഞ്ചിൽ കുടിയിറക്കും. ഞാൻ തെറ്റിദ്ധരിച്ചില്ല. തീർന്നില്ല, ഇനിയുണ്ട്. ഒടുവിൽ യാത്രയ്ക്കായി. അതെ, ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മ എന്ന നിലയിൽ അവൾ പരിപൂർണയാണ്. അമ്മ മഴക്കാറിനു കണ്ണെഴുതി, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. എന്നമ്മയെ ഓർക്കുമ്പോൾ ആകാശം മേളിലും ഭൂമി താഴെയുമാണല്ലോ. അമ്മ മഴക്കാറിനു കണ്ണെഴുതി, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ കൂടിക്കൻ. വീഡിയോ ഓഫ് ചെയ്തില്ലല്ലേ, സോറി. വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നിർത്ത്. ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ. ഇതൊക്കെ കാണണമെന്തോ? ഏതോ യൂണിവേഴ്സ് തമ്മിൽ പ്ലൂട്ടോയും നെപ്റ്റ്യൂണും അടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എർത്തിലെടുത്ത് കളി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇരിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറ. ഞാനിതൊരു കോമഡി പീസായിട്ട് എടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നും വിവരിക്കാനില്ല. അപ്പൊ ശരി, ബൈ.